അതിനിടയിൽ തലസ്ഥാന നഗരിയിൽ ചൂട് കുറഞ്ഞു. വെറുതെ തണുത്തതല്ല, മഹിളാ സംഘടനകൾ ഹോമവും പൂജയും നടത്തി തണുപ്പിച്ചതാണ്. ബിന്ദു കൃഷ്ണയും കൂട്ടരും പൊങ്കാലയിട്ടത് പിണറായിയുടെ കോവിലിന് മുന്നിലാണ്. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Ar-Rahmanir-Rahim. Maliki Yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdina as-siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. Amin. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടി. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. അതിന് ശിക്ഷ വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹിളാ മോർച്ചക്കാർ ഹോമമാണ് നടത്തിയത്.
പലതരം ഹോമങ്ങളും പൂജകളും നടക്കുന്നതിനിടയിലാണ് LDFിലെ കീഴ്ശാന്തി MN സ്മാരകത്തിലെ തന്ത്രികൾ രാജേന്ദ്രര് മധ്യസ്ഥ കർമ്മവുമായി ഇറങ്ങിയത്. നിശ്ചയമായും അവരുടെ പരാതികളെല്ലാം കേട്ടു. ആ പരാതികൾക്ക് പരിഹാരമുണ്ടാകും. എങ്ങനെ എന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്, അത് പിന്നീട് നിങ്ങൾക്കറിയാം. പിന്നീട് അറിഞ്ഞത് പിണറായിയുടെ സർക്കാർ ജിഷ്ണുവിൻ്റെ അമ്മയുമായി കരാർ ഒപ്പിട്ടു എന്നാണ്. 10 കരാർ. അങ്ങനെയാണ് തലസ്ഥാന നഗരി ഒന്ന് തണുത്തത്. ഇന്നലെ ഉണ്ടാക്കിയ ഒരു കരാറിൽ വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. കരാറിലെ ഒരു പോയിന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ സമയം വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. ഇത് ജനാധിപത്യ കേരളത്തിലെ ആദ്യത്തെ ഒരു കരാർ ഉടമ്പടിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു കരാർ ഒപ്പിടേണ്ടി വന്നാൽ നാളെ ഈ നാട്ടിലെ മറ്റ് സമരം ചെയ്യുന്ന സ്ഥിതി എന്താകും എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും ഇല്ലാത്ത ഒരു നടപടിയാണ് ഇപ്പൊ കേരളത്തിൽ ഇന്നലത്തെ എഗ്രിമെന്റിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭരണാധികാരികൾക്ക് ജനവികാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സമരം നീണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. തമാശ അവിടെയും നിൽക്കില്ല എന്നാണ് പ്രതിപക്ഷത്തെ ചാക്യാന്മാർ പറയുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് വലിച്ചഴച്ച കേസ് അന്വേഷിക്കാൻ നമ്മുടെ മനോജ് എബ്രഹാമിനെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം തന്റെ ഉണ്ണക്കന്റെ ഒന്നിലൂടെ ഇരുട്ടി KSUവിന്റെ കുട്ടികളെ പേടിപ്പിച്ച് നോക്കിയ ആളാണ്. അദ്ദേഹത്തിനെ തന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ വനങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല വീരപ്പനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ എല്ലാ പോലീസിന്റെ കൊള്ളരായ്മകൾക്കും നേതൃത്വം നൽകിയ മനോജ് എബ്രഹാമിനെ തന്നെ പോലീസ് നടപടികളെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. മനോജ് എബ്രഹാമിന്റെ കണ്ണു കണ്ടാൽ പേടിക്കുകയേ ഉള്ളൂ. മറ്റു ചിലരെ കണ്ടാലുള്ള കഥ കേൾക്കണം. ആ പാവൻ ജിഷ്ണു പ്രണായി കഴിഞ്ഞ വിഷുവിന് കണി കണ്ട പിണറായിന്റെ ചിത്രമാണ്. ആ ചിത്രം കണി കണ്ടാൽ ഒരാൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഒരു കുടുംബം പോലും ദുരിതം അനുഭവിക്കില്ല ഒരു ചിത്രം കണി കണ്ടതിന്റെ പേരിൽ. ജിഷ്ണു മരണപ്പെട്ടു, മാതാപിതാക്കളും പെങ്ങളും നിരാഹാരം കിടക്കുന്നു. ഈ വിഷുവിന്റെ എത്തുമ്പോ ആ കുടുംബത്തിനുണ്ടായ ഒരു ദുരന്തം. ഇതൊന്നും വ്യാഖ്യാനിക്കാൻ ധൈര്യമില്ലാത്തതിനാൽ ഒരു ഇടവേളയാണ്.